Hello all, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Okay, this is the 5th lecture on marginal costing, which is a subject for semester 3 MCOM students of Kerala University. And in previous lectures, we have discussed about make or buy decision and one sub area in make or buy decision. And in this lecture, we are going to discuss about the second sub area in make or buy decision, and that is make or buy decision when there is no idle capacity. Okay, as the title suggests, there is no idle capacity. That is, firm in complete capacity is on working. So idle capacity onnum thanne illa. In case ingane oru sahacharyattil, we had to choose whether we want to buy or make a particular component part. Oru component part namukku make cheyano ado buy cheyano angane oru particular decision edukkunna case il namukku idle capacity onnum thanne illa. So നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഫോർഗോൺ ചെയ്തുകൊണ്ട് മാത്രമേ മേക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റൂ. സോ നമ്മൾ മേക്ക് ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ലോസ് ഓഫ് അതർ വർക്ക്, നമ്മളുടെ മറ്റുള്ള വർക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആൻഡ് ഇങ്ങനെ ലോസ് ഓഫ് വർക്ക് സംഭവിക്കുമ്പോൾ ദർ വിൽ ബി എ ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെടും. ആൻഡ് ദീസ് കോൺട്രിബ്യൂഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് വിത്ത് റെഫറൻസ് ടു എ കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ. എക്സാമ്പിൾ ആയിട്ടൊരു കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ പറഞ്ഞാൽ ഇറ്റ് മേ ബി മെഷീൻ അവർ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആകാം. ഓക്കെ, ആൻഡ് ഇഫ് ദ പർച്ചേസ് പ്രൈസ് നമ്മൾ മേക്ക് ഓർ ബൈ ആ ഒരു രണ്ട് ഓൾട്ടർനേറ്റീവ്സിൽ ഒരെണ്ണം ചൂസ് ചെയ്യുന്നതിനുള്ള ഒരു കണ്ടീഷനാണിത്. ഇഫ് ദ പർച്ചേസ് പ്രൈസ് അറിയാമല്ലോ, നമ്മൾ ഈ കമ്പോണൻറ്റ് പാർട്ട് പുറത്തു നിന്ന് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന വില, ദാറ്റ് ഇസ് പർച്ചേസ് പ്രൈസ്. ആ പർച്ചേസ് പ്രൈസ് നമ്മൾക്കുണ്ടാവുന്ന ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റും ട്രേസബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് കോസ്റ്റും പിന്നെ എന്തെങ്കിലും ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ, നമ്മളിവിടെ പറഞ്ഞ ഈ ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഈ 3 ഐറ്റംസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന കോസ്റ്റ് കിട്ടും. ആ കോസ്റ്റിനെയും നമ്മുടെ പർച്ചേസ് പ്രൈസിനെയും കൂടെ കമ്പയർ ചെയ്യുക. ഇൻ കേസ് പർച്ചേസ് പ്രൈസ് ആണ് ഹയർ എങ്കിൽ ഇറ്റ് വിൽ ബി പ്രോഫിറ്റബിൾ ടു മാനുഫാക്ചർ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതർവൈസ് വി വിൽ ഓപ്റ്റ് ടു ബൈ ദ കമ്പോണൻറ്റ് പാർട്ട് ഫ്രം ഔട്ട്സൈഡ് സപ്ലയർ. ഓക്കെ, now we are going into a problem related to this sub area, and the question: product A takes 5 hours to produce on a particular machine and it has a selling price of ₹50 and a marginal cost of ₹35. On the same machine, another product B can be made at 2 hours at marginal cost of ₹5 per unit. Supplier's price of product B is ₹10 per unit. Assuming that machine hour is the key factor, advise whether product B could be bought out or manufactured. Okay, let us examine this question carefully. Product A, 2 products ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് എ ആണ്. പ്രോഡക്റ്റ് എ റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഡേറ്റ നോക്കാം. പ്രോഡക്റ്റ് എ ടേക്സ് 5 hours to produce on a particular machine. പ്രോഡക്റ്റ് എ ഒരു മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ ടൈമാണ് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ആൻഡ് ദ മാർജിനൽ കോസ്റ്റ് ഇസ് ₹35. ഓക്കെ, ആൻഡ് ഓൺ ദ സെയിം മെഷീൻ അനദർ പ്രോഡക്റ്റ്, ഇതേ മെഷീനിൽ തന്നെ മറ്റൊരു പ്രോഡക്റ്റായ ബി മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 hours ആണ് നീഡഡ് ആയിട്ടുള്ളത്. അതിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ₹5 per unit ആണ്. ആൻഡ് ദ സപ്ലയേഴ്സ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ബി ഈസ് ₹10 per unit. ഇനി നമ്മൾ ഈ സെയിം മെഷീനിൽ പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മണിക്കൂർ എടുക്കും. മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹5 ആൻഡ് സപ്ലയേഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് ₹10 per unit ആണ്. ഓക്കെ, അസ്യൂമിങ് ദാറ്റ് മെഷീൻ അവർ ഈസ് ദ കീ ഫാക്ടർ. ഓക്കെ, കീ ഫാക്ടറായിട്ട്, അതായത് നമ്മളിപ്പോൾ തിയറി പറഞ്ഞ് ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഒരു കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ ബേസിസിലായിരിക്കും. ഈ ഒരു കേസിൽ കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മെഷീൻ അവർ ആണ്. Okay, advise whether product B could be bought out or manufactured. Okay, നമ്മൾ ഈ പറയുന്ന B എന്ന് പറയുന്ന പ്രോഡക്റ്റ് whether we want to buy it or we want to make it, നമ്മൾ
ഇത് ബൈ ചെയ്യണോ മേക്ക് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് നോക്കി. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഒരു തിയറിയിൽ നമ്മൾ തിയറി പാർട്ട് പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചു. മേക്ക് ഓർ ബൈ ഡിസിഷനിൽ നമ്മളുടെ പർച്ചേസ് പ്രൈസ് വേരിയബിൾ കോസ്റ്റ്, അതായത് നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കാട്ടിലും ഹയർ ആണ് എന്നുണ്ടെങ്കിൽ വി വിൽ ചൂസ് ടു മേക്ക് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഇസ് ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ളൊരു കേസാണ് വരുന്നതെങ്കിൽ നമുക്ക് വി വിൽ ചൂസ് ടു ബൈ ഇറ്റ്. ഓക്കെ, അങ്ങനെയാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മളുടെ ആ ബേസിക് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മളുടെ പർച്ചേസ് പ്രൈസും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. നോക്കിയതിന് ശേഷം ഏതാണ് ബെനിഫിഷ്യൽ എന്നത് അനുസരിച്ചായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു തിയറി പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്? വേരിയബിൾ കോസ്റ്റ് വരും, ട്രേസബിൾ ഫിക്സഡ് കോസ്റ്റ് വരും, അതുപോലെ തന്നെ ലോസ് ഓഫ് കോൺട്രിബ്യൂഷനും വരും. ഈ 3 കാര്യങ്ങളുമായിരിക്കും ഈ ഒരു സബ് ഏരിയയിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടെത്തുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് കോസ്റ്റ് കണ്ടെത്താനാണ് പോകുന്നത്. നമുക്ക് ആദ്യം പർച്ചേസ് പ്രൈസ് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ബി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കേണ്ടത്. ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബൈ ചെയ്യണോ മേക്ക് ചെയ്യണോ ആ ഒരു ഡിസിഷനിലാണ്, ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ഡിസിഷൻ കൊടുക്കേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഐഡിയൽ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു കേസാണ്. അതായത് നമ്മൾ ബി എന്ന് പറയുന്ന അവിടെ 100% വർക്കിങ്ങിലാണ് ഇപ്പോൾ ഫേം ഉള്ളത്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ മേക്ക് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനിലായിരിക്കും നമ്മളത് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി എ 100% കപ്പാസിറ്റിയിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ ബി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സെല്ലിംഗ് പ്രൈസ്, നമ്മളുടെ പർച്ചേസ് പ്രൈസ് നോക്കും. ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ₹10 ആണ്. സപ്ലയറിൽ നിന്ന് നമ്മൾ വാങ്ങിയാൽ ₹10 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇൻ കേസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ₹10 പെർ യൂണിറ്റ് കൊടുക്കണം. ഇൻ കേസ് നമ്മളത് മേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തുകയെക്കാട്ടിലും, പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നമ്മളുടെ ₹10 നമ്മളത് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് മേക്ക് ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് ബിയുടെ. നമുക്കറിയാം, നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞതുപോലെ എന്തൊക്കെ ആസ്പെക്റ്റുകളാണ് ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്? വേരിയബിൾ കോസ്റ്റ് വരും, അതുപോലെ തന്നെ എന്തെങ്കിലും ട്രേസബിൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ വരും, അതുപോലെ തന്നെ നമുക്ക് ലോസ് ഓഫ് കോൺട്രിബ്യൂഷനും വരും. ഇതിൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് 5 പെർ യൂണിറ്റ്. ആൻഡ് സപ്ലയേഴ്സ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ₹10, അത് പർച്ചേസ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റായ ₹5 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ട്രേസബിൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ട്രേസബിൾ ഫിക്സഡ് കോസ്റ്റുകളൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ആസ്പെക്റ്റ് കൂടിയേ ആഡ് ചെയ്യാനുള്ളൂ. അതെന്താണ്? ലോസ് ഓഫ് കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ലോസ് ഓഫ് കോൺട്രിബ്യൂഷനിലേക്ക് വരാനുള്ള കാൽക്കുലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എ. പ്രോഡക്റ്റ് എയുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ₹50. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോൺട്രിബ്യൂഷൻ വി had to deduct the marginal cost from the selling price. So selling price ₹50 marginal cost ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രോഡക്റ്റ് എയുടെ, that is 35, and then the contribution per unit of product A comes to ₹15. അതാണ് ₹15 ആണ് പ്രോഡക്റ്റ് എയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളുടെ കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്? മെഷീൻ അവർ ആണ്. അപ്പോൾ മെഷീൻ അവറിൻ്റെ ബേസിസിലുള്ള കോൺട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത്. ഈ 15 എന്ന് പറയുന്നത് നമുക്കറിയാം 5 hours വർക്ക് ചെയ്യുമ്പോഴാണ് 15 എന്ന് പറയുന്ന എമൗണ്ട് കോൺട്രിബ്യൂഷൻ ആവുന്നത്. എങ്കിൽ പെർ അവർ എത്രയായിരിക്കും കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ടോട്ടൽ 5 hours 15 ആണ്. അങ്ങനെയെങ്കിൽ
1 അവറിലേക്കുള്ളത് കണ്ടെത്താൻ പോകുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ ഓഫ് പ്രോഡക്റ്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ ആയ 15 ഡിവൈഡഡ് ബൈ ടോട്ടൽ അവേഴ്സ് ആയ 5. സോ ദ കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ ഓഫ് പ്രോഡക്റ്റ് എ കംസ് ടു ₹3. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷനും കണ്ടെത്തി. അതായത് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫോർ 5 hours ഉള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് അത് 15 എന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം പെർ അവറിൽ കീ ഫാക്ടർ മെഷീൻ അവർ ആയതുകൊണ്ട് പെർ അവറിലേതും കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് 15 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു ₹3 ആണ് പെർ മെഷീൻ അവറിലെ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ്. അതായത് കോൺട്രിബ്യൂഷൻ നഷ്ടമായ കോൺട്രിബ്യൂഷൻ, നഷ്ടമാകുന്ന കോൺട്രിബ്യൂഷൻ. ഇനി അത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ വെൻ ബി ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് എ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ പറഞ്ഞിരുന്നു ഐഡൽ കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ എ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 100% കപ്പാസിറ്റിയിൽ ആ മെഷീനിൽ എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു കേസിലാണ് ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ അത് മേക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി എയിൽ 5 hours എടുത്തുകൊണ്ടിരുന്നു. അതിൽ 2 hours ബി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്ക് നഷ്ടപ്പെടും. ഓൾറെഡി എ 5 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് മേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ബി മേക്ക് ചെയ്യണമെങ്കിൽ 2 hours ആണ് വേണ്ടുന്നത്. അപ്പോൾ 1 അവറിൽ ₹3 കോൺട്രിബ്യൂഷൻ. അത് നമ്മളിപ്പോൾ കാൽക്കുലേഷൻ വഴി കണ്ടെത്തി. ഓക്കെ, സോ ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് വെൻ ബി ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് എ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എയുടെ പ്രൊഡക്ഷൻ 2 hours നിർത്തിവെക്കണം. സോ അങ്ങനെ 2 hours നിർത്തിവെക്കുമ്പോൾ അവിടെ നമുക്കുണ്ടാവുന്ന ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ₹3 ആണ് 1 അവറിന്. അങ്ങനെ 2 അവറിന് നഷ്ടം വരുമ്പോൾ ₹6. അപ്പോൾ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ദർ വിൽ ബി എ ലോസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ₹6. ഇനി നമ്മൾ ഡിസിഷനിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പർച്ചേസ് പ്രൈസും കമ്പയർ ചെയ്തിട്ടാണ് മേക്ക് ഓർ ബൈ ഡിസിഷനിലേക്ക് നമ്മൾ എത്തേണ്ടുന്നത്. ഓക്കെ, സോ ദ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് ബിയുടെ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിലുണ്ട് ₹5 ആണ്. ആൻഡ് ആറ്റ് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് പെർ യൂണിറ്റ് ഓൺ പ്രൊഡ്യൂസിങ് പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ നമുക്ക് നഷ്ടമാകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6 ആണ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ട്രേസബിൾ ഫിക്സഡ് കോസ്റ്റുകളൊന്നുമില്ല. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ബി കംസ് ടു ₹11. അതായത് ടോട്ടൽ നമ്മൾ 1 യൂണിറ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ₹11 ആണ് നമുക്കുണ്ടാകുന്ന കോസ്റ്റ്. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ അറിയാം ₹11, അതായത് ₹11 കൊടുത്ത് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം മാർക്കറ്റിൽ ഔട്ട്സൈഡ് സപ്ലയറിൽ നിന്നും നമുക്ക് ₹10 അവൈലബിൾ ആണ്. സോ അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഹയർ ആയിട്ട് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ടു ബൈ ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, hope you all understand about this sub area and the related problem. Thank you all.